എന്റെ അമ്മേ. എവിടോ കളവാനി? ഞാനിവിടെ ഉണ്ട്. നീ പേടിച്ച് കവുങ്ങിന്റെ മണ്ടേ കയറിക്കാണ്. പോടാ, എന്റെ പട്ടി പേടിക്കും. ഒന്ന് ആടാണ്ടിരിക്കുക കവുങ്ങ്. അവന്മാര് പേടിക്ക് ഞാൻ പേടിച്ച് പറിക്കുന്നതാണ്. എന്റെ തളപ്പ് താഴേക്ക് വീണുപോയി. ധൈര്യം ഉണ്ടെങ്കിൽ നീ അല്ലെങ്കിൽ മേലേക്ക് എറിഞ്ഞ് താടാ. എന്താ നിനക്കിപ്പോ മനസ്സിലായില്ലേ? നിങ്ങളെക്കാളൊക്കെ വളരെ മേലെയാണ് ഞാനെന്ന്. നീ മേലെ തന്നെ ഇരുന്നോടാ. ഒന്ന് അറിയിച്ചിട്ട് പോവാ വന്നതാ. കാലം കുറെ ആയല്ലോ ഞങ്ങളുടെ മുതല് വെട്ടിത്തിനാ തുടങ്ങിയിട്ട്. ഇനി നിർത്തിക്കോ. 3 മാസം കൂടിയേ ഉള്ളൂ. കോടതി ഉത്തരവ് കിട്ടിയാൽ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഇതെല്ലാം. പിന്നെങ്ങാനും ഇതേ തൊടാ വന്നാൽ വെട്ടി നുറുക്കും ഞങ്ങള്. നീ അങ്ങ് പുളുത്തും. ഇനി 3 മാസം ഇല്ല ആനന്ദാ. നമുക്ക് കാണാം. നീ ഇങ്ങോട്ട് ഇറങ്ങി വേടാ. എന്റെ പട്ടി വരും. ആണാണെങ്കിൽ നീ ഇങ്ങോട്ട് കയറി വേടാ. നിന്റെയൊക്കെ കടം ഞാൻ ഹരിക്ക് മാറ്റി വെച്ചിരിക്കുക. അത് അവൻ തന്നെ തീർത്തോളൂ. നിന്റെ ഹരി തിരിച്ചു വരില്ല. ഇനി വന്നാലും നീ ഒന്നും കാണാനും പോണില്ല. ഇല്ലെങ്കിൽ കാക്ക മലന്ന് പറക്കണം. ഹരി തിരിച്ചു വരും. കാക്ക മലന്ന് പറക്കുകയും ചെയ്യും. നീ ഇങ്ങോട്ട് ഇറങ്ങി വേടാ. ഓ, നിന്നെ ഞാനല്ലേ ആദ്യം വിളിച്ചത്. ലേഡീസ് ഫസ്റ്റ്. നീ ആദ്യം കയറി വാടി. ചേട്ടാ, വൈകുന്നേരം വരെ നിന്നാലും വരും തോന്നല്ലേ? നമുക്ക് പോയാലോ? നീ ഇങ്ങോട്ട് ഇറങ്ങി വരുമല്ലോ. നിന്നെ ഞാൻ എടുത്തോളാം. എടുക്കണേ. പതുക്കെ ഇറങ്ങാം. ഞാൻ അവന്റെ അമ്മൂമ്മയുടെ തിരുവാതിര കളിക്ക് പൂക്കുലവട്ടം കയറിയതാ. കിട്ടിയില്ല. അല്ല പിന്നെ. പക്ഷെ വന്നപ്പോഴേക്കും അമ്മ രക്ഷപ്പെട്ടോളൂ. അല്ലല്ലോ അനുകൂലനാണോ ഇവന്മാരുടെ കളി? അയ്യോ ഇവര് പോയില്ലേ? പോയില്ലേ? വെറുതെ ഇരുന്നില്ലേ? ഈ ചായക്കട നേരത്തെ കാണിച്ചപ്പോഴാണ് ഞാൻ ഹരിയെ കണ്ടത്. ചായക്കട അല്ല ചേട്ടാ, ദാബ. ഇതാണ് ദാബ. അത് തന്നെ, ഇവിടുത്തെ ചായക്കട, അവിടുത്തെ ദാബ. നീ ആദ്യം ഇത് നോക്ക്. ഇദ്ദേഹം എന്റെ അനിക്കൂട്ടാ, ഒന്നുകൂടി ആലോചിച്ചിട്ട് പോയാ പോരെ? എന്ത്? നീ ആണെങ്കിൽ ജീവിതത്തിൽ ആദ്യമായിട്ടാ തീവണ്ടി കയറണത്. അച്ഛമ്മയൊന്നും പേടിപ്പിക്കാതിരിക്കണ്ടോ? ഇതിപ്പോ ഹരി അന്വേഷിച്ച് നമ്മൾ പൊള്ളാച്ചിക്ക് പോയ പോലെ ആകുമെന്ന എന്റെ പേടി. അന്ന് ഹരിയാണെന്ന് പറഞ്ഞ അനുക്കൂട്ടൻ ഒരു കൗണ്ടർ കയറി കെട്ടിപ്പിടിച്ചു. പിന്നെ കൗണ്ടർ മുട്ടുകാല് മടക്കി കയറ്റുന്നതാണ് ഞാൻ കാണുന്നത്. എന്റെ അനിയേട്ടാ, ടി വി കണ്ടത് ഹരിയേട്ടനാണെന്ന് എന്താ ഇത്ര ഉറപ്പ്? ഒരാളെ പോലെ 7 പേരുണ്ടാവുന്നാ പറയുന്നത്. അതാണ് കൽക്കത്തയിൽ താമസിക്കുന്ന തെക്കേലെ ശാരദത്തില്ലേ, അവരെ മകൻ അനുക്കൂട്ടൻ അതേ ചായയാണെന്നാ പറയുന്നത്. അതിപ്പോ എന്റെ അച്ഛന് കൽക്കട്ട ഒരു ദൂരമേ ആയിരുന്നില്ല. പഠിച്ചുകൊണ്ടിരുന്നപ്പോ ഹിന്ദിക്ക് 10 മാർക്ക് തികച്ചും മേടിക്കാത്ത ചെക്കനാ ഇവൻ. ഈശ്വരാ, എന്തൊക്കെ ആവോ എന്തോ. അച്ഛമ്മയോട് ഞാൻ പേടിപ്പിക്കില്ലെന്ന് പറഞ്ഞിട്ടോ. ഹിന്ദി ഇപ്പൊ അത്ര പ്രശ്നമുള്ള ഭാഷ ഒന്നുമല്ല. നമ്മൾ എത്ര ആളുകൾ എത്ര നാട്ടിലേക്ക് കയറ്റി വിട്ടിട്ടുണ്ട്. ശരിക്കും ഇതിപ്പോ പഠിപ്പിച്ചു തരാം. ഒന്നുമില്ല, ഞാൻ പറഞ്ഞ പറഞ്ഞാ മതി. സാരേ ജഹാസെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര. എങ്ങനെ? ഇത്തിരി ബുദ്ധിമുട്ടുള്ളതാണ്, എന്നാലും ഒന്ന് പറഞ്ഞു നോക്കിയേ. എന്റെ നാണുവേ, എന്നാ തനിക്കും കൂടി ഒന്ന് പോവായിരുന്നില്ലേ? എനിക്കറിയാം, അതല്ലേ ഞാൻ നേരത്തെ ഹിന്ദി പോലത്താതിരുന്നത്. മലയാളം ഹിന്ദി ഭാഷാ സഹായി. ചേട്ടാ എത്ര? 150. എന്നാലും കുഴപ്പമില്ല, വലിയ ഉപകാരമായി. അതാ ഇതാ നേരത്തെ എത്തിയോ? ചേട്ടാ വേഗം വേഗം. ആദ്യം കയറി സീറ്റ് പിടിക്കണം. സോറി, ഞാൻ ഒന്ന് കയറിക്കോട്ടെ. ഒന്ന് മാറണം, ഞാനൊന്ന് എടുത്ത് കയറട്ടെ. വണ്ടി വിട്ടു. ഒന്ന് മാറണം. ചേട്ടാ പോലെ കഴിഞ്ഞോ? ഇനി ആരുമില്ലല്ലോ. ബജി വട വേണ്ട, കാശ് കൊടുക്കേണ്ടി വരും. അമ്മേ കമ്പി. ഇത് എവിടേക്ക് പോകുന്നു? ഹായ്, ഞാനത് കണ്ടോട്ടെ. ഈശ്വര,
എക്സ്ക്യൂസ് മീ, എന്താ? മലയാളിയാണല്ലേ? ആ, അതെ. എങ്ങനെ മനസ്സിലായി? ആ നോട്ടം കണ്ടപ്പോ മനസ്സിലായി. കുട്ടിയും മലയാളിയാണോ? അല്ല, മലയാളം അറിയില്ല? ഒട്ടും അറിയില്ല. അയ്യോ. ഇറ്റ്സ് ടു ഗുഡ് യാർ. യാ ഇറ്റ് ഈസ്. ചപ്പാത്തി ഇല്ലേലും പൂജ. ഓക്കേ. ചപ്പാത്തി കഴിക്കുന്നു? വേണ്ടേ. छोड़ना यार, हमको क्या? കഴിക്കടി, നിനക്കൊക്കെ അജീർണം പിടിക്കൂടി, അജീർണം. ये क्या है? നിങ്ങൾ എന്താ അക്രമി കാണിക്കണേ? ഇത് ഇവരുടെ സീറ്റല്ലേ? अरे आप भी जाने का, हमको भी जाने का है. अरे समझा रहे, सबसे समझ नहीं रहे हो. आपको घर से जाने के लिए ये क्या आपका बाप का ट्रेन है क्या? अरे समझा रहा तो हम बात कर रहे हैं, तो क्या करने? ये क्या है ये सीट? ये आपका बाप का ट्रेन हमारे है बाप क्या है वही तो बोल रहा हूँ. क्या करता है? ലഡ്കി ഹൂ मैं പോലീസ് को വിളിക്കും है. ये कौन सी भाषा बात कर रहा है? വിളിക്കുന്നുണ്ട് ഹിന്ദി. बोल पुलिस को बोलू. हाँ, पुलिस को बुलाएगा. करेक्ट. बुला पुलिस को, बुला. മതി. നോ പ്രോബ്ലം नहीं. വേണ്ടാന്ന്. बोल. देखा, खामोश हो गया अभी अभी. क्या है अभी? क्या? എന്റെ അടുത്താ കളി. എവിടെ? हमें मार सकता है. तुम्हें देखना है? നമുക്ക് തല്ലി മേടിക്കേണ്ട ഒരു കാര്യമില്ല. അനക്കൊന്നുമില്ലല്ലോ. കൊന്നോ? ഹൈ, മൊത്തം വയറിംഗ് ആണല്ലോ. ഒന്ന് ട്യൂൺ ചെയ്ത് നോക്കാം. എന്താ പേരെന്താ? പേര് പൂജ. നമ്പർ ചോദിക്കണ്ട, തരില്ല. പേരറിയണമെന്നില്ല, പറയണ്ട. എന്നാ പിന്നെ കിടക്കല്ലേ? തിരിഞ്ഞു കിടക്കാം, ആരോഗ്യത്തിനത്. പട്ടിയാല ഇറങ്ങണമെന്ന് പറഞ്ഞില്ലേ? സ്ഥലം എത്തി. ഈ പഞ്ചാബ് മൊത്തം സിക്കാരാണല്ലോ. ഒറ്റ ഇന്ത്യക്കാരൻ പോലും ഇല്ലേ? ആ, ഇവരോട് ചോദിക്കാം. അത് ചേട്ടന്മാരെ, എനിക്ക് ഈ മല്ലു സ്ട്രീറ്റ് അത് ചായ എവിടെ? കാതിനി, അതായത് മല്ലു സ്ട്രീറ്റ്, അത് എനിക്ക് പോണം. കിതർ. अरे पागल है क्या? എങ്ങനെ? क्या बोला? हमको समझ में नहीं आता. चल जा जा. ശരി, ഇപ്പൊ ഞാനായി കുറ്റക്കാരൻ. ഈ പുസ്തകം മൊത്തം അച്ചടി പശാണെന്നാ തോന്നണേ. हम भी गाड़ी में आ है? रहे हैं. ठीक है. हम प्रोग्राम करके आ रहे हैं. चंडीगढ़ में था. ശ്ശോടാ. हम गाड़ी में हैं. ഒയ്യോ, ഇതേപോലെ ഒരു കുട്ടി ട്രെയിനിലുണ്ടായിരുന്നു. ഇതേ കണ്ണ് ഹൈ, ഇതേ മൂക്ക് ഹൈ, ഇതേ മുഖം ഹൈ. പക്ഷെ വേഷം ഇത് നെഹി നെഹി. ഹലോ, നമ്പർ എടുക്കല്ലേ? അയ്യോ, കുട്ടി തന്നെയായിരുന്നോ? ഇതിനിടയ്ക്ക് വേഷവും മാറിയോ? അതായത് സത്യത്തിൽ എന്റെ ഹിന്ദി ഇവിടെ ഒറ്റ ആൾക്ക് മനസ്സിലാവണില്ല. കുട്ടിക്ക് എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? എനിക്ക് മല്ലു സ്ട്രീറ്റിലേക്കാ പോകേണ്ടത്. അതിപ്പോ എങ്ങനെയാന്ന് പറഞ്ഞാൽ മാഷക്കൊരു ബുദ്ധിമുട്ടാവില്ല. ഞാനെങ്കിൽ പോയിക്കോളാം. എന്തേ? ഞാനും അങ്ങോട്ടാ. അയ്യോ, എനിക്ക് വയ്യ. എന്റെ മാഷേ, ഈ പൊരുത്തം എന്ന് പറഞ്ഞ ഇതിനെയാ. മല്ലു സ്ട്രീറ്റിൽ എവിടെയാണ്? ദാ, ആ വണ്ടി അങ്ങോട്ടാ, അതികരിക്കും. കാളവണ്ടിയോ? ആ ഡ്രൈവർ, ദാ ഈ ബാഗ് കൂടി വെച്ചോളൂ. ഞങ്ങൾ ഒരുമിച്ചാ വന്നത്. മേരാ പ്യാരി പ്യാരി. ഹിന്ദിക്കാരനാ, പാവത്തിന് മനസ്സിലാവണ്ടേ? ഫ്രണ്ട്സ് ആണെന്ന്. പ്യാരി പ്യാരി, അത് തന്നെ. ഏക് മിനിറ്റ്, ഇപ്പൊ വരാം. 500, 5. ദാ ഇത് വെച്ചോളൂ. വെച്ചോളൂ, ബാലൻസ് ഒന്നും വേണ്ട. ബാലൻസ് നെഹി, ജായേ ജായേ ജായേ. 5 രൂപ കൊടുത്തു. പാവങ്ങളാ, ഈ വേഷം കെട്ട് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒന്നും നമ്മൾ പിശിക്കിട്ട് ഒരു കാര്യമില്ല. വരൂ. സത്യത്തിൽ കുട്ടിക്ക് എന്നെ അറിയാഞ്ഞിട്ടാ. ഇത്തരം കാര്യങ്ങളിൽ ഞാൻ കാശ് നോക്കാറില്ല. കുടുംബമായിട്ടതെ, ഞങ്ങൾ വലിയ ദാനധർമ്മികളാ. പോയോ?
ഐശ്വര്യമായിട്ട് വലുതാൽ വെച്ച് തന്നെ ഇറങ്ങാം. ദൈവമേ, ഓ ഭാഗ്യം, വലതുകാലം കുത്തിയില്ല. എന്താ എന്താ എന്തിനാ എന്നെ തല്ലിയേ? നേരത്തെ ഒരു 5 രൂപ ടിപ്പ് തന്നെ ഞാൻ വേണ്ട ഒരു 5 കൂടെ തരാം. ओ समझा क्या साले मल्लू सिंह का बहन से पंगा लेता है ഞാൻ ക്യാ കർത്താ ഹൂ? ഓ, ദൈവമേ, ആ പുസ്തകം ബാഗിലായി പോയല്ലോ. ഈ കാട്ടുകൊണ്ടു ഞാൻ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും. ചാവിട്ടി കീറഞ്ഞ് പന്നി. എന്റെ ഇഷ്ടം മലയാളിയാണല്ലേ, എന്നിട്ടാണോ എന്നെ ഇങ്ങനെ ചവിട്ടി കൂട്ടണേ? പിന്നെ ഞാൻ हाथ मत लगाना साले, आगे निकल। ये मल्लू सिंह का बहन की प्रॉब्लम है. अगर मल्लू सिंह ने माफ किया तो भी पप्पन माफ नहीं करेगा. छोड़ो यार, मल्लू सिंह की बहन मेरी भी बहन है, लेकिन एक मलयाली पे हाथ उठाए तो मार डालूंगा साले. हट चल साले. तोड़े लड़ा पड़ता. ഇയാള് മലയാളിയോ? ദൈവമേ, ഞാൻ നാട്ടിൽ നിന്ന് പോകുന്നില്ലേ? ഇവരെന്തിനാ ഈ ഇടിക്കുന്നത്? क्या करेगा तू? ഓടാ സാലേ, എന്റെ സ്വഭാവം എനിക്കറിയില്ല. ഒന്നോളെ ഞാൻ छोड़ दो. ദാ, നീ ചെവി നുള്ളിക്കോ. മല്ലു സിംഗിന്റെ പെങ്ങളെ നീ പ്യാരി എന്ന് വിളിച്ചത്. ഈ മല്ലു സ്ട്രീറ്റിൽ നിന്നെ എന്നെ കണ്ടാൽ ഈ പപ്പൻ ആരാണെന്ന് നീ അറിയും. ചേട്ടാ, ഈ പ്യാരി എന്ന് പറഞ്ഞ തെറിയ വിടാനാ. റുക്ക്. വൈകിട്ട് എന്താ പരിപാടി? നീ വാങ്ങോ? ഇന്നലെ ഞാൻ വാങ്ങി കോന്തിയതല്ലേ, ഇന്ന് നീ വാങ്ങ്. തൽക്കാലം നമുക്ക് നിമിനെ സൈസാക്കാം. മലയാളികളുടെ പേരുകളായിരുന്നല്ലോ. വൈകിട്ട് നേരത്തെ വാടത്തേണ്ടി. ഓക്കേ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. സോഡ അത് നീ ഓർത്തോണം. തിണ്ടി. പോടാ, പട്ടി. ഓക്കേ, ഇനി ഒരാളും ഇവനെ തൊട്ടുപോകരുത്. ഇവൻ എന്റെ ആള്. അയാള് പേടിച്ചു പോയിട്ടോ. ഇവിടെ എല്ലാവർക്കും എന്നെ ഭയങ്കര പേടിയാ. ഓനോത്തും നീ ആരാ? ഞാൻ അനിയൻ. അനിയനോ? ആരുടെ അനിയൻ? എനിക്ക് അനിയനൊന്നുമില്ല. ഞാൻ ഒറ്റ മോന, പിന്നെ 2 ചേട്ടന്മാർ. അതല്ല, എന്റെ പേരാ പറഞ്ഞ അനിയൻ. വാ, നിനക്ക് എന്ത് മല്ലു സ്ട്രീറ്റിൽ കാര്യം? ഞാൻ നാട്ടിലൊരു ഹരിയെ അന്വേഷിച്ചു വന്നതാ. ഹരിയോ? ബാബുരേ, അവിടെ ഉണ്ടോ? അവിടെ ഇല്ല. എന്തെങ്കിലും ആരെങ്കിലും അന്വേഷിച്ചു വരുമെന്ന് എനിക്കറിയാം. എന്താ വൈകിയത്? ട്രെയിൻ ലേറ്റ് ആയതാ. എടുത്തോളൂ. എന്ത് എടുത്തോളൂ. ഞാനാ എടുക്കല്ലേ? സത്യം പറഞ്ഞ ലോകത്തൊരു മലയാളിയും കഷ്ടപ്പെടുന്ന എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാ ധൈര്യമായിട്ട് വന്നോളൂ. നമസ്കാരം. നമസ്കാരം. ഹലോ, വെറുതെ കുനിയണ്ട, എന്നോടാ. ഞാൻ മൊത്തത്തിൽ ഭയങ്കര സംഭവമാണ് ഇവിടെ. അതുകൊണ്ടാ ഇറക്കി വെച്ചോളൂ. സൂക്ഷിച്ചു ഭയ്യാ. ആരെങ്കിലും ഒന്ന് പതുക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ. അതെ, എന്റെ കടയാ, പാലിന്റെ മൊത്ത വിതരണ സംഭരണശാല. ഏയ് ഹരിഹിദ്രേ, എന്റെ പ്രജകളാ. എന്ത് ചോദിച്ചാൽ അപ്പ മറുപടി പറയും. ബഹുമാനം കൊണ്ടാ. അതുകൊണ്ട് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാറേ ഇല്ല. നടന്നോളൂ. ഈ കാണുന്ന പശുക്കളൊക്കെ എന്റെ. ശരിക്കും ഞാനൊരു പ്രസ്ഥാനാണ് ഇവിടെ കൊണ്ടുവച്ചിട്ടുള്ളൂ. എന്തേ? എന്നെ ബഹുമാനിച്ചില്ലെങ്കിൽ ചിലപ്പോൾ പശുക്കൾക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ടാ. ഹരി എന്നല്ലേ പേര് പറഞ്ഞ? അല്ല, അനി. അനി. അയ്യോ, അനിന്ന് എന്റെ പേരാ. ഹരി. ഹരി എന്താണ്? ആ മോനെ ഹരി, ഇത്രയും കാലം ഞാൻ കാത്തിരുന്ന നിന്റെ ചേട്ടൻ വന്നടാ. അല്ല, ചേട്ടാ, അയ്യോ ചേട്ടാ, അയ്യോ ചക്കരേ, അയ്യോ ചേട്ടാ, ഏതച്ഛൻ ഏതമ്മ മാറി കിടക്ക. ഇത് ഹരിയല്ല. നീ ഹരിയല്ലേ? പിന്നെന്താ? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആരോരും ഇല്ലാത്തൊരുത്തനല്ല എന്ന് വിചാരിച്ച് തീറ്റിപ്പോറ്റി വളർത്തിയതാ ഞാൻ. അപ്പൊ വേണ്ടാന്ന് പറഞ്ഞാട്ടല്ലോ, ചവിട്ടി കൂട്ടി ഞാൻ. എന്റെ പൊന്ന് ചേട്ടാ, ഇത് ഹരിയല്ല. ഹരിയല്ലേ? അല്ലല്ലോ. ചായ ഉണ്ടല്ലോ. ഇത്രയൊക്കെ മതി. ഇത് തന്നെ നിന്റെ അനിയൻ. സത്യമായിട്ടും ഈ ഹരിയല്ല, ഇവിടെ വേറെ ഹരിയില്ലേ? വേറെ ഹരിയോ? ഇവരെന്താണ് ഒരു കുറവ്? ഇവൻ 4 നേരം വെട്ടി വീഴണ നീ കണ്ടിട്ടില്ലല്ലോ. ഇവിടുത്തെ പശുവിന് 1 കെട്ട് പുല്ല് മതി. ഈ തെറ്റിക്ക് 4 കെട്ട് ബീഡി വേണം ഒരു ദിവസം. ഇവന് വേണ്ടി ഞാൻ ഇത്രയും കാലം ചെലവാക്കിയ കാശ് ഇവിടെ വെച്ചിട്ട് പോയാ മതി. ഇവനെയും കൊണ്ട്
കെട്ടിപ്പിടിക്കണം കെട്ടിപ്പിടിക്കണം. പിടിച്ചു വിടണ വിട്ടു. അണ്ണ പറഞ്ഞത് കേട്ടല്ലോ, എന്ത്? ഫുൾ സെറ്റിലായിട്ട് പോയാ മതി. ആഹാ, നിന്നെ ഞാൻ ഇന്ന് പശുക്കളും സമ്മതിക്കില്ലേ? അയ്യോ. മാനസമൈനെ വരൂ മധുരം നുള്ളി തരൂ അരുമ പൂവാടിയിൽ മതിടാ പരീക്കുട്ടി. ഞാൻ പാടും. പാടി പാടി നെഞ്ചു പൊട്ടിച്ചാകും. പെണ്ണ് പറ്റിക്കാത്ത ഏതെങ്കിലും കാമുകന്മാർ ഈ ലോകത്തുണ്ടോ? ഉണ്ടെങ്കിൽ പറ. നിനക്കറിയോ, എന്റെ അമ്മുവിന്റെ അച്ഛൻ പറഞ്ഞു പെട്ടി നിറയെ കാശുള്ളവരെ അമ്മുവിനെ കെട്ടിച്ചു തരുമെന്ന്. ആ വാശിക്ക് ഒരു വലിയ പെട്ടിയും പണിയായി കൊടുത്തോണ്ട് നാട് വിട്ടവനാ ഞാൻ. കാശുണ്ടാക്കാൻ ഈ പഞ്ചാബികള് താടിയും മുടിയും നീട്ടി വളർത്തുന്നത് കണ്ടിട്ടാ ബാർബർ പണിക്ക് ഇങ്ങോട്ട് വണ്ടി കയറി. ഇവിടെ വന്നപ്പോഴാ മനസ്സിലായത് ജന്മം ചെയ്ത യുവന്മാര് താടിയും മുടിയും വടിക്കില്ലാന്ന്. പട്ടിണിയും പരുവട്ടായി തിരിച്ച് നാട്ടിൽ ചെന്നപ്പോ ആ ഗ്യാപ്പിൽ അമ്മു വേറൊരുത്തനെ കെട്ടി. അങ്ങനെ അമ്മുവുമായിട്ടുള്ള ജീവിതം പൊട്ടി. ഇവിടെ ഇപ്പൊ പൊട്ടിയ ടയർ ഒട്ടിച്ച് കഴിയുന്നു. പഞ്ചർ കട. നീ എന്തിനാ തലൂത്തി നിൽക്കുന്ന? അവിടെ ഇരിക്കേ. മോനിരിക്കെ, ഇത് എപ്പോഴും വീഴാറില്ല. ഇതൊക്കെ സർവ്വസാധാരണമാണ്. മിണ്ടായില്ല. നീ മിണ്ടരുത്. നീ മിണ്ടാറാവുമ്പോ ഞാൻ പറയും. ഓക്കെ? ഇവനുണ്ടല്ലോ ഈ കാർത്തികേയൻ, 6 കൊല്ലം മുമ്പ് നാട്ടിലെന്തോ കിടുമണി ഒപ്പിച്ച് ഇവിടെ വന്നതാ. കോടീശ്വരനാ, കോടീശ്വരൻ. അരിപ്പ പോലത്തെ ഒരു ജട്ടിയും ഒരു പിഞ്ഞിയ കൈലി, അതായിരുന്നു പുള്ളിക്കാരന്റെ അന്നത്തെ സമ്പാദ്യം. അന്നത്തെ അരിപ്പയുടെ അവസ്ഥ കണ്ട് ഈ എരപ്പയെ മല്ലു സിംഗ് കൂടെ നിർത്തിയതാ. പപ്പനെ പോലെ തന്നെ മല്ലുവിന്റെ വലങ്കയായിരുന്നു ഇവനും. എന്നിട്ട് ഈ തെണ്ടി കാണിച്ചത് എന്താന്നറിയോ? മല്ലുവിന്റെ മൂത്ത പെങ്ങളെ കേറി അങ്ങ് പ്രണയിച്ചു. മല്ലുവിനെ സ്പോട്ടി ചവിട്ടി എടുത്ത് വെളിയിൽ കളഞ്ഞു. മോനെ, അനിമോനേരി, എന്നെ നോക്കി. ഞാൻ നല്ല ഗ്ലാമർ അല്ലേടാ? എനിക്ക് എന്താണ് ഒരു കുറവ്? അന്ന് ഇച്ചിരി കറുത്തായിരുന്നു. അതൊരു തെറ്റാണോ? ആ ഒറ്റ കാരണം കൊണ്ട് ആ മല്ലുത്തണ്ടി അവന്റെ വെളുത്ത പെങ്ങളെ എനിക്ക് തരാണ്ടിരുന്നത്. മോനെ, എന്തോ നീ കേക്കണം. ആ മല്ലു പബ്ലിക്കായിട്ട് പറഞ്ഞാടാ അവന്റെ പെങ്ങളെ വെളുത്തൊരാൾക്ക് മാത്രമേ കൊടുക്കൂന്ന്. നിനക്കറിയോ? അതുകൊണ്ട് 1 കിലോ ഫെയർ ഓൺ ലവ്ലി ഞാൻ ഒരു ദിവസം തേക്കണം. കുറച്ചൊക്കെ തിന്നുകയും ചെയ്യും. എനിക്കിപ്പോ സൂര്യനെ പേടിയാടാ. അതുകൊണ്ട് മാത്രാ ഞാൻ ഈ സാധനം ചുമന്നുകൊണ്ട് നടക്കണേ. നീ കള്ളു ഷാപ്പിൽ കയറുന്ന പോലെ തലയിൽ മുണ്ടിട്ട് പതുങ്ങി വരുന്നത് ഇതാരെ പേടിച്ചു? മല്ലുവിനെ അല്ലാതാരെയാ? എടാ, ഞാൻ ഇപ്പോഴും ഈ വൃത്തികെട്ടവന്റെ കൂടെയാന്നറിഞ്ഞ അവന്റെ നട്ടല് ചവിട്ടി പിടിക്കും. അതാ മോനെ, നീ പേടിക്കണ്ടടാ. ഇവൻ പ്രശ്നക്കാരൊന്നുമല്ല, നമ്മുടെ കമ്പനിയാ. ഇവൻ പ്രശ്നക്കാരനാകും. മല്ലുവിന്റെ പെങ്ങന്മാരാരെങ്കിലും നോക്കിയെന്നറിഞ്ഞു. ആരാടാ മല്ലുവിന്റെ പെങ്ങന്മാരെ നോക്കിയത്? ഞാനൊന്നുമല്ല. ഞാൻ ഇവനൊരു താക്കീത് കൊടുത്തു. കൊടുത്തോ കൊടുത്തോ കൊടുത്തോ. അത് മാത്രം ഞാൻ സഹിക്കില്ല. മല്ലുവിന്റെ പെങ്ങന്മാർ എന്റെയും പെങ്ങന്മാരാ. നിനക്ക് അടിക്കണം? അടിക്കും. മല്ലുവിന്റെ പെങ്ങന്മാരെ ആര് നോക്കിയാലും ഞാൻ അടിക്കും. അതല്ലടാ, സ്മോൾ അടിക്കണോ? അതും ഞാൻ അടിക്കും. അത്ര അടിക്കണ്ട, കുറച്ച്. ഇവൻ ഇത്തിക്കണിയാണോടാ? ഏയ് ഹനുമാൻ, ഹനുമോൻ ഒരു അരി അന്വേഷിച്ചു വന്ന. ഏത് നിന്റെ ബീഡി പയ്യനാ? ആശവൊന്നുമല്ല, ഹരീന്ദർ സിംഗ്. എന്തിന്? അത് പറയാ, നീ അടി. ഇനി മതി. കാലം മാറിപ്പോയി രാഘവൻ നായരെ. പിള്ളേരൊക്കെ ഒരുപാടങ്ങ് വളർന്നു. കണ്ടോ, യുവമാരും മതം പൊട്ടിയാ നിക്കണേ. ആണോ? എന്റെ ഗോവിന്ദ മാമേ, ഈ മതം പൊട്ടി നിക്കണ ആനയും കൊണ്ടാണോ കൊയ്ത്ത് കാണാൻ വന്നേക്കണേ? അല്ലെന്നാണ് വാശാനെ. ഈ പിടിയാനയ്ക്ക് മതം പൊട്ടുവോ? അത് പിന്നെ ഈ മതം പൊട്ടാനുള്ളതാണല്ലോ. ഇത് പക്ഷെ കുരു പൊട്ടിയതാ. അച്ഛന് വേറെ പണിയൊന്നുമില്ലേ? ഇതൊക്കെ കൊരക്കുള്ളൂ, കടിക്കില്ല. മോനെ, 1/2 കിലോ പഞ്ചസാര എടുത്തോ. അര കിലോ പഞ്ചസാര എടുത്തു കൊടുക്കും. എങ്ങനെ? 1/2 കിലോ പഞ്ചസാര എടുത്തു കൊടുക്കാൻ. 1/2 കിലോ പഞ്ചസാര. അതെ, 1.5 കിലോ ഉണ്ട്. 1/2 കിലോയുടെ കാശ് എനിക്ക് തന്നാ മതി. വാസുവേട്ടൻ, 1/2 കിലോ പഞ്ചസാര പറ്റ്. ഇവനെന്താ പതിവില്ലാതെ ഇവിടെ കിടന്ന് കറങ്ങണേ? ഹരിക്ക് കുറച്ച് കാശ്. ആഹാ, എന്തിനാണാവോ?
പുതിയ ബിസിനസ് തുടങ്ങാനാ. എത്ര വേണ്ടി വരും? എത്ര? 10. ഒരു 10 രൂപ. പോരാതെ വരുമോ? അഡ്ജസ്റ്റ് ചെയ്തോളാന്ന്. കാശ് ഞാൻ തരില്ല. ബിസിനസ് ചെയ്യാൻ പോണു. ഇനി എന്ത് ബിസിനസ്സാണ് നീ ചെയ്യാൻ ബാക്കിയുള്ളത്? ആള് വെച്ചോടോ. നീ ആ ഡിഗ്രി എടുത്ത് കക്ഷത്ത് വെച്ച് നടന്നോ? എന്തെങ്കിലും ഒരു പണി കിട്ടിയാ അതിന് പോകൂ? അതുമില്ല. മേലനങ്ങാൻ പറ്റില്ല, അത് തന്നെ. ബിസിനസ് ചെയ്യാൻ നടക്കണം. എടാ, നിന്റെ പ്രായം തന്നെയല്ലേ അവനും. നീ അവനെ കണ്ടു പഠിക്ക്. 10 ക്ലാസ്സേ പഠിച്ചിട്ടുള്ളൂങ്കിലും നന്നായിട്ട് പൊതി കെട്ടാനെങ്കിലും അറിയാം. നിനക്കോ? നിന്നെയൊക്കെ ഡിഗ്രി വരെ പഠിപ്പിച്ചതാടാ ഞാൻ ചെയ്ത തെറ്റ്. മനുഷ്യനെ മെനക്കെടുത്താൻ നടക്കണം. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. ഞാൻ ആ വില്ലേജ് ഓഫീസ് വരെ ഒന്ന് പോയിട്ട് വരാം. നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കൊള്ളാം കേട്ടോ. ശരി. പിന്നെ ഇവന്റെ മേലെ ഒരു കണ്ണ് വേണേ. ബിസിനസ്സുകാരൻ. എടാ, നിന്റെ തന്തയ്ക്ക് പ്രാന്താണ്. കാശിന് വിവരം അങ്ങേർക്ക്. പോയി കഴിയുമ്പോ മൊത്തം ഡയലോഗാ. നീ ഇത് കൊണ്ടോട്ടോ മറച്ചിരിക്കാൻ. നിന്റെ തന്തയോട് മര്യാദയ്ക്ക് കാശ് വെച്ചാൽ തരില്ലല്ലോ. അപ്പൊ ഇതേ ഉള്ളു മാർഗം. എനിക്കും വേണ്ട ചെലവിന് കാശ്. അച്ഛൻ പിടിക്കൂട്ടോ. വേണ്ടേ, ഞാൻ തന്നെ പിടിച്ചോളാം. എങ്ങനെ പോവാ? ഞാൻ ഈ സഹകരണ സംഘം വരെ ഒന്ന് പോവാ. ഒരു ലോൺ കൊടുക്കണ്ടെന്ന് കേട്ടു. ഈ മോട്ടറിന്റെ. സഹകരണ സംഘത്തിൽ നിന്നല്ലേ കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് വികലാംഗർക്കാ. ആരെങ്കിലും തല്ലെ കയ്യും കാലും ഒടിച്ചാ കിട്ടും. അത് നിന്റെ അച്ഛന് വാങ്ങിച്ചു കൊടുക്കട്ടാ. പോടാ അവിടുന്ന്. അനിക്കൂടാ, ഒന്ന് മാറിയടാ. ഞാൻ കറക്കാം. എങ്ങനെ? കണ്ടപ്പോ ഒരു കൊതി. എന്ത്? മുലക്കി പിടിച്ച് നിന്റെ അത്രയും പരിചയമില്ല. ഞാനൊന്ന് നോക്കട്ടാ. മാറ്. ഗോമാതാവേ. പതുക്കെ പശുവാട്ടോ. അയ്യോ. എന്തിനാ ഹരിയായിട്ട് അറിയാത്ത പണിക്ക് പോയത്? കറന്നു വെച്ച പാലും പോയി. ഇനി അച്ഛന്റെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടും. നോക്കിക്കോ. ആർക്കായാലും ഒരു മോഹം ഉണ്ടാവില്ലേടി? എന്ത്? എന്തിന്? പശുവിനെ കറക്കാനേ. ഇവിടെ കറക്കിക്കൊണ്ടിരുന്നോ? അറിഞ്ഞോ, നാളെ എന്നെ ഒരു കൂട്ടർ കാണാൻ വരുന്നുണ്ട്. അച്ഛൻ നാണുവാശനോട് പറയുന്നത് കേട്ടതാ. വലിയ തറവാട്ടുകാരാണത്ര. നല്ല ജോലി, കാണാനും സുന്ദരൻ. പിന്നെന്ത് വേണം? കെട്ടടി നീ. ആ, അത് തന്നെയാ നല്ലതെന്ന് എനിക്കും തോന്നുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് മൂത്ത് നിറച്ച് പോവേ ഉള്ളൂ. ഇങ്ങോട്ട് വന്നേ. നീ എന്തിനാ വിഷമിക്കണേ? നമ്മളീ കല്യാണം കാലക്കുണ്ടാ. അതല്ല, ഈ കല്യാണാലോചന. എങ്ങനെ? ഞാൻ വഴി പറഞ്ഞു വരാം. ഭയങ്കര ബുദ്ധിയില്ല എനിക്ക്. നല്ല വീട്, വെറുതെ ആലോചന മുടക്കണോടാ. എങ്ങനെ? വെള്ളയുടുപ്പും കണ്ണാടി, കണ്ടിട്ടൊരു മാഷിന്റെ ലുക്കുണ്ട്. ആരാ? മനസ്സിലായില്ല. ഞങ്ങൾക്കും. നിങ്ങൾക്കാരെയാ കാണേണ്ടത്? തുടങ്ങിക്കോ. ഈ ഗംഗാധര മാഷ്. അത് ഞാൻ തന്നെയാ. വരൂ, ഇങ്ങോട്ടിരിക്കാം. വരൂ, ഇങ്ങോട്ടിരിക്കാന്ന്. ഓ, ഐശ്വര്യമായിട്ട് മുടക്കിട്ട് വരാം. മാഷോടെ ഇരുന്നോളൂ. ഇരുന്നോളൂ. ഹൈ, ഇരുന്നോളൂ. ഈ റിട്ടയറായ ഗംഗാധര മാഷ് തന്നെ അല്ലേ? അതെ. വേണുവിന്റെ അച്ഛൻ? അതെ. ഭാര്യ ഇപ്പോഴും ഗോമതമ്മ തന്നെ അല്ലേ? അതെയല്ലോ. നിങ്ങൾക്ക് എന്താ കുട്ടികളെ വേണ്ടത്? വീടും ആളും മാറിപ്പോയില്ലെന്ന് ഉറപ്പുവരുത്താനാ. വന്ന കാര്യം പറഞ്ഞില്ല. വന്ന കാര്യം പറഞ്ഞില്ല. പറഞ്ഞോളൂ. പറഞ്ഞോളൂ. ചളാക്കല്ലേ, കാര്യം പറ. ഞാൻ വിനു, ഇത് സുഖു. അങ്ങ് മണ്ണാന്തൊടിയിലെ വീടേ. ഗംഗാധര മാഷ് വിചാരിച്ചാൽ 2 ആത്മഹത്യ ഒഴിവാക്കാം. മനസ്സിലായില്ല. മനസ്സിലായില്ലെന്ന്. ഞാൻ സുഖു, അങ്ങ് മണ്ണാന്തൊടിയിലെ വീടേ. അത് പറഞ്ഞല്ലോ. അത് പറഞ്ഞല്ലോ. മാഷിന്റെ മോൻ കല്യാണം കഴിക്കാൻ പോണ അശ്വതിയുമായി ഞാൻ അഗാധമായ പ്രണയത്തിലാണ്. എന്തും സംഭവിക്കാം. ദുർബലനാണ് മാഷേ, എന്തും ചെയ്തു പോകും. അരുത് കുട്ടി, അവിവേകം കാണിക്കരുത്. എന്തിനും ഒരു പരിഹാരം ഉണ്ടാകുമല്ലോ. ആലോചനയുമായി ചെന്നു എന്നുള്ളത് ശരിയാ, പക്ഷെ ഒന്നും തീരുമാനിച്ചിട്ടില്ല. തീരുമാനിക്കരുത്, അപേക്ഷയാണ്. അപേക്ഷയാണ് മാഷേ, അപേക്ഷയാണ്. എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട്. വാടാ. ശരി സുഖു. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ, എനിക്ക് ഭയങ്കര ബുദ്ധിയാണ്. ഇനി ഇതേപോലെ ബുദ്ധി വേണ്ട കാര്യങ്ങൾ നീ എന്നോട് ചോദിച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. ബേട്ടാ, അയ്യോ, എന്റെ മോന് എന്തു പറ്റി? കിഷൻ സിംഗിന്റെ വണ്ടി ഇടിച്ചതാ? വണ്ടി ഇടിച്ചതല്ല, മല്ലു ഇടിച്ചത്. മനോഹരമായിട്ടുണ്ടല്ലോ. പാവം, ഇന്നത്തെ പണി കിട്ടിയത് ആ കിഷന. അവന്റെ ദേഹത്ത് പഞ്ചറൊട്ടിക്കാൻ പോലും ഒരു പിടി സ്ഥലമില്ല. മിക്കവാറും അവന്റെ ബാൽ ട്യൂബ് വരെ ഊരിയെടുത്തായിരിക്കും. കട പൂട്ടിയാലോ? പിരിഞ്ഞു പോകില്ലേ? കാല് പിരിയില്ലേന്ന്. ഇങ്ങോട്ട് വന്നോളൂ. മസിൽ പെരുക്കുന്ന പേടിയുണ്ടോ?
നന്നാവാൻ വേണ്ടി ഞാനൊന്ന് ഉപദേശിച്ചു എന്ന് കരുതിയാ മതി. കേട്ടല്ലോ, ഇതാണ് മല്ലുവിന്റെ ഉപദേശം. നമ്മുടെ നാട്ടിൽ ഇതിനെ പഞ്ഞിക്കിടുക എന്ന് പറയും. തെണ്ടി അവിടെ നോക്കി നിൽപ്പുണ്ട്. അവന്റെ കടയിലേക്ക് നോക്കി വെല്ലുവിളിച്ചേക്ക്. ഇത്തിരി അഹങ്കാരം കൂടുതലാ. ആ തെണ്ടി എനിക്കിട്ട് പണിഞ്ഞോന്നൊരു സംശയം. ഏയ് പണിഞ്ഞതാ. ഇതെല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ. ഇനി പഴയ ബന്ധവും പറഞ്ഞ ആരെങ്കിലും എന്റെ പെങ്ങന്മാരുടെ പിന്നാലെ വന്നാൽ നിന്നെ തന്നെ ഉദ്ദേശിച്ചത്. ചവിട്ടി നടു ഓടിക്കും ഞാൻ. അളിയനായി പോയി. ഇല്ല മുട്ടുകാലി കയറ്റിയാ. ഇപ്പൊ മനസ്സിലായില്ലേ നീ ഉദ്ദേശിക്കുന്ന ഹരിവനല്ലാന്ന്? മനസ്സിലായി. ഞാൻ അന്വേഷിക്കുന്ന ഹരി ഇത് തന്നെയാണ്. നീ ഇതെവിടേക്കാ? വെറുതെ പറ്റിയ ചടുക്ക് പിടിക്കല്ലേ. എന്റെ അളിയനായതുകൊണ്ട് പൊക്കി പറയല്ല. മഹാതണ്ടിയാണവൻ. എനിക്ക് കണ്ടേ പറ്റൂ. അനി വേണ്ട, നിക്ക്. പോട്ടടാ, പോയി അന്തസ്സായിട്ട് മരിച്ചിട്ട് വരട്ടെ. ചക്ക, നിന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് പാൽ അളക്കുമ്പോ ബീഡി വലിക്കരുത്. എന്നാ വീഡിയോ അളക്കുമ്പോ പാല് വലിക്കാം. തറുതല്ല പറയുന്നടാ. ഈ അവന്റെ അനിയനാണെന്ന് നോക്കില്ല, ഒറ്റ ചവിട്ടിച്ചെറി ഞാൻ. എന്റെ അനിയനോ? പിന്നെ എന്റെ അനിയനാ. ഹരി അന്വേഷിച്ചു വന്നല്ലേ, ഒന്നും തരണ്ട. ഈ കിട്ടിയതിനെ വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. അതെ, നമ്മൾ ഈ അമ്പലത്തിലൊക്കെ പോകുമ്പോ നമ്മുടെ ചെരുപ്പ് ആരെങ്കിലും എടുത്തിട്ടുണ്ട് പോയാൽ കിട്ടിയ ചെരുപ്പ് ഇട്ടുണ്ടെങ്കിൽ പോരില്ലേ? അങ്ങനെ കരുതിയാ മതി. നല്ല അനിയനാ, നീ എടുത്തോ. എന്റെ ഹരി ദേ പോണു. അതാ ശ്വേത, നീ കാണുന്നില്ലേ ആ കണ്ണുകളിലെ പ്രണയം? അതാ എന്റെ പൂജ. ഞാനും കാണുന്നുണ്ട് ആ കണ്ണുകളിലെ പ്രണയം. നിങ്ങൾ കാണുന്നില്ലേ എന്റെ കണ്ണുകളിലെ പ്രണയം? എന്റെ സൈസ് ഒപ്പിച്ചൊന്ന് ഇറങ്ങിയിട്ടുണ്ടോ? അനിയനല്ലെങ്കിലും ഞാൻ നിനക്ക് ഒരെണ്ണം തന്നു. നമ്മുടെ അച്ഛൻ പോലും എന്നെ ഇങ്ങനെ തല്ലിയിട്ടില്ല. നോക്കടാ, അവന്മാര് വായും കീറി കറങ്ങുന്ന കണ്ട. മല്ല് കണ്ട ഇന്നിവിടെ തീ പാറും. ശ്വേത, ഭയ്യ, ബസ് ബസ്, വേഗം വാ. പോട്ടെ. ഇവനാരടാ? ഹിറ്റ്ലർ മാധവൻ കുട്ടിയോ? ഇങ്ങനെ പോയാ മിക്കവാറും എന്റെ കയ്യിൽ ഞാൻ തല്ല് വാങ്ങിക്കും. നീ ആ പെൺകുട്ടികളെ കണ്ടില്ലേ? അവനും അവരും ഒരേ അച്ചിൽ വാർത്തെടുത്ത പോലെയല്ലേ ഇരിക്കുന്നത്? അവന്റെ അതേ കണ്ണുകൾ, അവന്റെ അതേ മൂക്കുകൾ. വേറൊന്നും അവനെ പോലെ ആകാതിരുന്നാ മതിയായിരുന്നു. സ്വഭാവമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ അധികം നീ ഉദ്ദേശിക്കണ്ട. അതല്ലടാ, ഇവൻ ഇവിടെ വെറുതെ നിന്ന് ജീവിതം പാഴാക്കണ്ടെന്ന് പറയായിരുന്നു. അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യ്, നീ എന്റെ കൂടെ കുടിക്കോ, ഞാൻ പഞ്ചറൊട്ടിക്കാൻ പഠിപ്പിക്കാം. ഒട്ടിക്കാനല്ല, പിന്നെ ഒട്ടാൻ. ഒട്ടാനാ? നിനക്ക് അവനെ കൊണ്ട് ഹരിയാണെന്ന് പറയിപ്പിക്കാൻ ഒറ്റ മാർഗേ ഉള്ളൂ. ഒട്ടുക. അവളുമായിട്ട്, ആ പൂജയുമായിട്ട്. എന്തിന്? ഒട്ടുപാല് ചവിട്ടി വലിക്കുന്ന പോലെ മല്ലു ഇവനെ ചവിട്ടി വലിക്കുന്നത് കാണാനോ? അല്ലെങ്കിൽ ഈ പ്രേമത്തിന്റെ കാര്യം നീ പരീക്കുട്ടിക്ക് ചൊറിച്ചില്ല. എടാ, അവളെ, ആ പൂജയെ നീ വളയ്ക്കണം. എന്നിട്ട് അവളുടെ മനസ്സിന്റെ താക്കോല് നീ നിന്റെ കൈവെള്ളയിൽ വാങ്ങണം. എന്തിനു? നീ പറയുന്ന പോലെ മല്ലുവിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും രഹസ്യം ഉണ്ടെങ്കിൽ അവളിലൂടെ നീ അതങ്ങ് തുറന്നെടുക്കണം. അതെങ്ങനെ? 24 മണിക്കൂറും തലയിൽ പന്തവും ചുറ്റി കൂടെ നടക്കല്ലേ ആങ്ങളെന്നും പറഞ്ഞു? മോനെ, അനിമോനെ, അതിന് മാർഗമുണ്ട്. അടുത്ത ആഴ്ച ഇവിടെ ബൈസാക്കി ഉത്സവം തുടങ്ങും. അന്ന് ഈ മല്ലു സ്ട്രീറ്റിന് ഉറക്കമില്ല. രാപകലില്ലാതെ എല്ലാവരും മതി പറന്ന് ആഘോഷിക്കുന്ന സമയം. നിനക്കറിയോ, അങ്ങനെ ഒരു ഉത്സവത്തിനാ ഞാൻ എന്റെ ശ്വേതയെ വളച്ചത്. നീയും എന്നെ പോലൊരു മിടുക്കനാ. നിനക്ക് അതിന് സാധിക്കും. എന്താടാ എന്നെ എത്ര
നന്നായി ഈ ചെണ്ട. അടുത്ത് എരുമയെ വളയ്ക്കാനുള്ള പരിപാടിയാണല്ലേ? നാണം കെട്ടവൻ. കേറ്റുകളയും. ഇപ്പൊ തലയും കുറിച്ചിരുന്നിട്ട് കാര്യമില്ല. എന്തൊക്കെയായിരുന്നു മല്ലുവിന്റെ പെങ്ങന്മാര്, എന്റെയും പെങ്ങന്മാര്. അവരാരെങ്കിലും നോക്കിയാൽ കലിപ്പ് തീരുണ്ടോ ദൈവമേ? അവന്റെ മോന്ത കണ്ടില്ലേ? ഈ എരുമയെ കൊണ്ട് ചവിട്ടിപ്പിക്കണ്ടേ പന്നിയെ? പറ്റിപ്പോയടാ. വേണ്ട വേണ്ട നീ ഞാൻ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ തന്നെ ഇഷ്ടപ്പെട്ടു പോയടാ, അതുകൊണ്ട്. അയ്യടാ, ഇഷ്ടപ്പെടാൻ പറ്റിയൊരു മുതല്. എടാ, എടാ, ഞങ്ങള് പറഞ്ഞ കാര്യത്തിന് നടപടി ഉണ്ടോന്ന് പറ. ദാ, നിനക്ക് ഇവനെ മല്ലുവിന്റെ വീട്ടിൽ കയറ്റാൻ പറ്റുമോ ഇല്ലയോ ഇപ്പൊ പറയണം. ഇവനെയാ? ഇവനെ ഞാൻ എന്ത് വിശ്വസിച്ച് അവിടെ കേറ്റും? നീ ഇതുമല്ലെങ്കിലും ബാക്കിയുള്ളവരൊക്കെ എന്റെ പെങ്ങന്മാരില്ലടാ. എടാ, ഇവനെ ഞാൻ ചവിട്ടിന്നു. എടാ, തെണ്ടിത്തരം കാണിച്ചിട്ട് ഞാൻ കൊടുക്കാനുള്ള ഇനി എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഇവന്റെ കാര്യം ഇപ്പൊ തന്നെ ഞാൻ മല്ലുവിനോട് പറയും. പറയരുത്, പിടിക്കരുത്. എങ്ങനെയെങ്കിലും ഞാൻ ഈ തന്റെ മല്ലുവിന്റെ വീട്ടിൽ കയറ്റാം. അങ്ങനെ വഴിക്ക് വാടാ. എടാ, ഇവൻ പറഞ്ഞ പോലെ അവൻ ഹരിയാണെന്ന് അറിഞ്ഞാൽ രണ്ടുണ്ട് കാര്യം. ആ മലയാളി മോനെ കുരിച്ചീർത്തി ഇടിക്കുകയും ചെയ്യാം, അവളുമാരെ ഈസി ആയിട്ട് കെട്ടുകയും ചെയ്യാം. നമ്മുടെ എല്ലാ പ്രോബ്ലം നീ എന്ത് പണി ചെയ്യും? എന്ത് പണിയും ചെയ്യും. ഇവിടെ ഇപ്പൊ പണിന്ന് പറഞ്ഞാൽ കന്നുകാലികളെ നോക്കാനാ ആളെ വേണ്ടത്. ഇവറ്റയൊക്കെ പുല്ല് കൊടുക്കാനും മറ്റും. ഹൈ, നാൽക്കാലികൾ എന്റെ ജീവനാണമ്മേ, എന്റെ സ്വന്തം കൂടപ്പറപ്പുകൾ. അവരുടെ കാര്യങ്ങൾ നോക്കി കഴിയാന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു പുണ്യമുണ്ടോ? ഇവന്റെ അച്ഛൻ ഭയങ്കര കറവക്കാരനല്ലേ? ഇവനും ഇവരുടെ നാട്ടിലെ പേര് കേട്ട കറവ കുടുംബമല്ലേ? എന്നാലും ഹരീന്ദ്രനോടൊന്ന് ചോദിക്കാതെ എങ്ങനെയാ? ദേ, പപ്പനറിയാം, ഇവിടെ ഈ പെൺകുട്ടികൾ ഉള്ളതുകൊണ്ട് ആണുങ്ങളെ ജോലിക്ക് വെക്കാൻ അവന് ഇഷ്ടമല്ല. എല്ലാവരെയും പപ്പനെ പോലെ വിശ്വസിക്കാൻ പറ്റുമെന്നാ അവൻ ചോദിക്കുന്നത്. ഈ പപ്പനെ പോലെ തന്നെ അമ്മയ്ക്ക് എന്നെയും വിശ്വസിക്കാം. അമ്മ പറഞ്ഞ ഹരീന്ദ്ര സമ്മതിക്കും. എന്റെ അകന്നൊരു ബന്ധുവാ, ഒളിച്ചു പോയ അമ്മായിയുടെ മോൻ. ആ, നോക്കട്ടെ. നീങ്ങി വന്നേ പറയട്ടെ. എടാ, അമ്മ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ നടന്നു തന്നെയാണോ? പക്ഷെ എനിക്ക് നിന്നോട് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഇവിടുത്തെ പെമ്പിള്ളാരെ കണ്ടാൽ അറിയാതെ പോലും നീ ഒന്ന് നോക്കിപ്പോരുത്. ഇനി അഥവാ അവരെന്തെങ്കിലും സംസാരിക്കാൻ വന്നാൽ കമാന്നൊരു അക്ഷരം മിണ്ടരുത്. ജപ 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 പൊട്ടനെ പോലെ അങ്ങ് നിന്നേക്കണം. മനസ്സിലായോ? മനസ്സിലായി. നമ്മുടെ പഞ്ചാബി ഹൗസിലെ ദിലീപേട്ടനെ പോലെ. അതാരാ? എന്റെ അമ്മായിയുടെ മോന. ഓ, അങ്ങനെ. പക്ഷെ മറ്റേ പാട്ട് പാടാലോ. സോനരേ സോനരേ സൊന്നിലാവ് തെളിഞ്ഞില്ലേ പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവനെന്താ ഭ്രാന്തായ? ചാണകം ചവിട്ടി തോന്നുന്നു. അത് ചവിട്ടിക്കോ, മല്ലു ചവിട്ടാൻ നോക്കിയാ മതി. ഇത് കണ്ട, ഇത് മുഴുവൻ ഗോതമ്പോടാ. നീ പണിയെടുത്ത് മരിക്കും പോലെ. പറന്നു നിന്നോണം. എന്താ? എന്റെ മാഷെ, നമുക്ക് എല്ലാ ജോലിയും ചെയ്യാൻ പറ്റണം. എല്ലാം പഠിച്ച് പാസ്സായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ തന്നെ ഇത് നോക്കിയേ, ഞാൻ ഈ കോണമേ ഇങ്ങനെ ബുദ്ധിപൂർവ്വം ബാലൻസ് ചെയ്ത് നിൽക്കുന്നത് സർക്കസ് പോയിട്ടാ അല്ല. അതാ പറഞ്ഞേ, എന്നെ പോലെ സാഹസികമായ കാര്യങ്ങൾ ചെയ്താൽ പിന്നെ നമുക്ക് എല്ലാവരും ഞെട്ടിക്കാൻ പറ്റും. ഉദാഹരണത്തിന് കുട്ടി നോക്കൂ, ദാ നോക്കൂ, ഇതിങ്ങനെ പതുക്കെ ഇതിനകത്തോട്ട് ഇടാൻ നേരത്തെ നീ എന്താടാ പറന്നു നടന്നാണോ ജോലി ചെയ്യുന്നത്? ഈ പപ്പൻ പറഞ്ഞായിരുന്നേ, ജോലി ചെയ്യുമ്പോ പറന്ന് നിക്കണമെന്ന്. അതാ പശുവിനെ നോക്കാൻ വന്നവൻ ആ ജോലി മാത്രം ചെയ്താ മതി. അന്ന് കേറിയില്ല, അതിനുമുമ്പ് കിടപ്പുമുറി വരെ എത്തിയല്ലോടാ. അയ്യോ, ഇത് കുട്ടിയുടെ കിടപ്പുറിയാ? സത്യമായിട്ട് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ആണോ? കേറി പോടിയാത്ത്. ബേട്ടാ, ഇവിടെ എന്താ ചക്ക വീണ പോലെ ഒരു ശബ്ദം കേട്ടത്? അയ്യോ, ചക്കയല്ല, ഞാനാ വീണത്. ഈ ബൾബ് മാറ്റിയിടാൻ വേണ്ടി വീണതാ. ആഹാ, എന്നിട്ട് ബൾബ് മാറ്റിയോ? ഇല്ല, അത് ഈ വീണപ്പോ പറന്നുപോയി. അതാ. പറന്നു പോവേ? മനസ്സിലായില്ലേ? അമ്മയെ തലയ്ക്ക് സ്ഥിരതയില്ലാത്തവരെയൊക്കെ പിടിച്ച് പണിക്ക് വെച്ചാ ഇങ്ങനെ ഇരിക്കും. എങ്ങനെ? വേണമെങ്കിൽ തിന്നാ മതി. മല്ല് പറഞ്ഞു കേട്ടില്ലേ, നിന്റെയൊക്കെ കാര്യം മാത്രം നോക്കിയാ മതിയെന്ന്. എന്റെ പട്ടി നോക്കും. എരുമയുടെ സ്വഭാവം ഇവിടെ കാണിക്കരുത് കേട്ടാ. നിനക്ക് എന്തിന്റെ കുറവാ ഇവിടെ? മര്യാദക്ക് തിന്നാനാ പറഞ്ഞു. ഒരുമാതിരി എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ഇപ്പൊ ശരിയാക്കി തരാം. തിന്നണ്ട, ഞാൻ നിനക്ക് ഉരുട്ടി ഉരുട്ടി വായിലോട്ട് വെച്ച് തരാം.
എടാ അനി നീ കുറച്ച് സാധനങ്ങളൊന്ന് ചന്തയിലെത്തിക്കണം. ഇയാളെ കൊണ്ട് ഓടും. എടാ എനിക്കിവിടെ 100 കൂട്ടം പണികളില്ലേ. എന്ത് ചെയ്യാം, ഞാൻ മല്ലുവിന്റെ വിശ്വസ്തനായി പോയില്ലേ. എന്താ ആലോചിക്കുന്നേ? ഒന്നും ആലോചിക്കണ്ട, പെട്ടെന്നില്ല. വണ്ടി ഇവിടെ കിടക്കല്ലേ. അതവിടെ ഇട്ട് പുല്ലുമായിട്ട് രാവിലെ അങ്ങ് ഇറങ്ങിക്കോളും. ചെല്ലടാ. എന്താ, എന്തിനാ വിളിച്ചേ? ഞാനേ നാട് വിട്ടാലോ ഒന്ന് ആലോചിക്കാം. പതുക്കെ പറ പെണ്ണേ. ഒറ്റയ്ക്കല്ല, നിന്നെ കൂട്ടി. കാര്യങ്ങളൊക്കെ എന്റെ കൈവിട്ടു പോവുകയാണോ എന്ന് എനിക്കൊരു സംശയം. എന്ത് പറ്റി? ഒന്നെങ്കിൽ നിന്റെ ഭൈ എന്നെ തല്ലിക്കൊല്ലും, അല്ലെ അവന്മാരെല്ലാം കൊണ്ട് എന്നെ തല്ലിക്കൊല്ലും. രണ്ടായാലും തല്ലുറപ്പാ. അയ്യോ, അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് മതില് ചാടി പോവാടി. അതാവുമ്പോ എനിക്ക് നല്ല പരിചയമാ. വിട്ടോ, ആരും കാണണ്ട, ഞാനും ടൗണിലേക്കാ. എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. മല്ലു കൊണ്ടാ ചീത്ത പറയും. ഇറങ്ങിക്ക. പ്ലീസ് അങ്ങനെ പറയല്ലോ, ഒരു അത്യാവശ്യ കാര്യത്തിനാ. ഓരോ അത്യാവശ്യം നടക്കില്ല മോളെ, വെറുതെ എന്റെ അത്യാവശ്യം നിലയിലാക്കാൻ വേണ്ടിട്ട്. ഇറങ്ങിക്ക. പ്ലീസ് വണ്ടി എടുക്ക്, അവൾ എന്നെ അന്വേഷിച്ചു വരിക. വേഗം പ്ലീസ്. വണ്ടിന്ന് ഇറങ്ങി പോകാനാ പറഞ്ഞത്. വണ്ടി എടുക്ക്, തലമുണ്ട ഞാൻ അടിച്ച് പൊട്ടിക്കും. അങ്ങനെ മര്യാദക്ക് പറ, അല്ലാതെ ഒരുമാതിരി പേടിപ്പിച്ച് കാര്യം നടത്താൻ നോക്കല്ലേ. കേട്ടന്ന് എല്ലാം കറക്റ്റ് കമ്പനികളാണല്ലോ. എന്തോ കണ്ടോ? പൂവല്ലോ ദീദി. ഞാനെങ്ങും കണ്ടില്ല. ഇവിടെ എന്താ ടോളുണ്ടോ? ഹലോ, എന്താ? ഇങ്ങോട്ട് ഇറങ്ങിക്കേ. എന്തിനാ? ഈ ചരക്ക് ഞാൻ എത്തിച്ചോളാം. അത് ശരിയാവില്ല. ഞങ്ങളൊന്ന് ലൈഫ് പ്ലാൻ ചെയ്യട്ടെ. എന്റെ ലൈഫിന്റെ പ്ലാൻ പോവും. ഇങ്ങോട്ട് വന്നേ, ഞാൻ പറഞ്ഞുതരാം. എന്താ കാണിക്കണേ? ഞാൻ വെളുത്തില്ലേടി. വെറുതെ പണി പോയില്ലേ? ഞാൻ പറയട്ടെ. ഹിറ്റ്ലർ മാധവൻകുട്ടി കുഞ്ഞുജോടി പേടിച്ചിട്ടൊന്നുമില്ല. ഞാനൊന്നും ചെയ്യാറില്ല, നീയും ചെയ്യണം കേട്ടോ. എന്താടാ ഇവിടെ? വേണ്ട വേണ്ടെന്ന് പലതവണ പറഞ്ഞ. ഇത്രയും വലിയ കമ്പി കഷ്ണം കാണിച്ച് പേടിപ്പിച്ചു. സത്യമായിട്ടും പേടിച്ചിട്ടാ. എന്താ നിനക്കെന്താ വട്ട് പിടിച്ചോ? എത്ര നേരമാണ് മാർക്കറ്റ് കാത്തിരിക്കുന്നത്? നീ ഇവിടെ നിന്ന് വട്ട് കളിക്കാ? അല്ല, ഞാൻ അത് പിന്നെ ഈ മൊത്തത്തിൽ പാടം പൂത്ത് വെക്കുന്ന കണ്ടപ്പം ഈ തന്നത്ത് മൂത്രമൊഴിക്കാൻ മുട്ടിയപ്പം ഈ ചൂടാണല്ലോ, അതുകൊണ്ടാ. ഇത് ഞാൻ കൊണ്ടുപോയിക്കോളാം. നീ ചൂട് മാറിയിട്ട് ബൈക്കുമായിട്ട് കടയിലേക്കല്ലേ? ശരി. എന്താ? അത് പറ്റില്ല, അത് പറ്റില്ല. എനിക്ക് ബൈക്ക് ഓടിക്കാൻ അറിയില്ലല്ലോ. വേണ്ട, ബൈക്ക് ഇവിടെ ഇരിക്കട്ടെ. നീ നടന്നു നോക്കോ, പപ്പം വന്ന് എടുത്തോളൂ. അവന്റെ ഭാഗ്യം, ഒരു യുദ്ധൊഴിവായി. പോയോ? മനുഷ്യന്റെ ജീവൻ പോയി. അത് കുഴപ്പമില്ല, കളിയുടെ ഒരു തമാശയല്ലേ. വാ കേറ്. ശരിയാ, വേഗം പോകാം. നിന്നോടല്ല, ഇവളോട്. ഇതെവിടെ കൊണ്ടുപോകണു? നിനക്കറിയില്ല ഓടിക്കാൻ. എനിക്ക് ഓടിക്കാൻ അറിയാം. ആണോ? ഭയങ്കര ഓടപടിക്കടി. അല്ല, ഞാനൊന്ന് പറഞ്ഞോണ്ട് കൊണ്ടുപോകണു. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സുന്ദരി സുന്ദരി ഒന്നിറങ്ങി വാ, നാളെ അതിനെക്കൊണ്ട് നീ പാട്ട് പാടിയിട്ടാണോടാ എരുമയെ കറക്കുന്നത്? കറക്കുന്നത് എരുമയെ അല്ലല്ലോ, പിന്നെ ഗോമാതാവിനെ. വായി നോക്കി നിൽക്കാതെ കറക്കാൻ നോക്കടാ. ഒന്ന് കറന്നു നോക്കുന്നോ? ആരോഗ്യത്തിന് നല്ലതാ. എന്റെ ആരോഗ്യം ഞാൻ നോക്കിക്കോളാം, നീ നിന്റെ ജോലി ചെയ്താ മതി. പപ്പാ, നാളെ ശ്വേതയെ പെണ്ണ് കാണാൻ കുറച്ചുപേര് വരുന്നുണ്ട്. നീ അവരെ ടൗണിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വരണം.
അയ്യേ എന്തിനാ പപ്പനെ ബുദ്ധിമുട്ടിക്കുന്നത്? അക്കരെ ഞാനേറ്റളിയാ നമ്മൾ കലക്കും. നീ എന്താ വിളിച്ചേ? പേടിച്ചാ പിന്നെ ഞാൻ എന്റെ അച്ഛനെ പോലും അളിയാന്ന് വിളിക്കുന്നത്. അഭ്യാസം എടുക്കണ്ട, നിന്റെ തമാശ കുറച്ച് കൂടുന്നുണ്ട്. വായി തോന്നിയത് വിളിച്ച് കൂവിയാണ്ടല്ലോ. എടാ ഹരി, നമ്മുടെ അച്ഛന്റെ കല്യാണം മുടക്കിയത് നീ മറന്നുവല്ലേ? നിന്നെ ഞാൻ ഓർമ്മിപ്പിക്കടാ. കഴിഞ്ഞില്ലേടാ ഇതുവരെ? ഒന്ന് വേഗം വരുമോ? നീയും വാ. ഓ, ഈ ടർബൻ തലയെ കെട്ടിയിട്ട് 5 മിനിറ്റിൽ 5ാമത്തെ തവണ മൂത്രമൊഴിക്കണേ. എന്നാ പിന്നെ അഴിച്ച് സ്ഥലം മാറ്റിക്കെട്ട്. പറയുന്ന കേട്ടാത്തൊന്ന് യുവമാരുടെ മൂത്രസഞ്ചി തലയിലായിരിക്കുന്നതെന്ന്. അല്ല പിന്നെ ടെൻഷൻ അടിച്ചിട്ടാടേ. ആ സത്യം, ഈ ആൾമാറാട്ടം നടത്തുമാരെ സമ്മതിക്കണം. ചോദിച്ചിട്ട് പോയിടാ പണ്ടാറം. എന്തായാലും രണ്ടിനും സിക്കുകാരുടെ ലുക്കുണ്ട്. എന്റെ പൊന്ന് ദൈവമേ, ലോകത്ത് ഒരു സിക്കുകാരന് ഇത്രയും ഓഞ്ഞ ലുക്ക് കൊടുക്കരുതേ. പരമ കഷ്ടം. ഈ സെന്റി അടിച്ചിട്ട് വെയിറ്റില്ലെങ്കിൽ ദാ ഈ കുപ്പി എടുത്ത് കാണിക്കണം. വിഷമാണ്. നിങ്ങൾ ഈ കല്യാണത്തിന് സമ്മതിച്ചാൽ ഞാൻ ഈ വിഷം കഴിച്ച് ഇവിടെ ഈ വീട്ടിൽ തൂങ്ങിച്ചാകും. പിടിച്ചേ, അങ്ങനെ അങ്ങോട്ട് പറഞ്ഞേക്കണം. ഹലോ, ഇതുപോലെ മിതമായിട്ട് ചെയ്യണം, ഓവർ ആക്കരുത്. അതെ, ഇവനിത് ഓവറാക്കും. അതല്ലടാ, ഇതൊക്കെ വിശ്വസിക്കുവോ? പിന്നെ വിശ്വസിച്ചിട്ടുണ്ട്. ആണോ? ആ അതൊക്കെ പോട്ടെ. എന്താ നിങ്ങളുടെയൊക്കെ പേര്? ഞാൻ കാർത്തി. ഞാൻ പപ്പൻ. ഇത് സുശീലൻ അല്ലേ? ഓ ചളമാക്കും. ഇത് വിനു സിംഗ്, ഇത് സുഗു സിംഗ്. ഈ വിനു സിംഗും സുഗു സിംഗും നല്ല പച്ച മലയാളം പോലെങ്കിൽ പഞ്ചാബി പറഞ്ഞാൽ മതി. അയ്യോ, പച്ച മലയാളം പോലൊന്നും പഞ്ചാബി പറയാൻ പറ്റില്ല. സത്യമായിട്ട് എനിക്ക് അറിയില്ല. നല്ല പച്ച പഞ്ചാബി. അതെങ്ങനെ? ഞാൻ പറഞ്ഞു തരാം, വെരി സിമ്പിൾ. അതായത് മറ്റേ ഈ പറഞ്ഞോളൂ. മറ്റേ ഇതല്ലടാ, ഇതോ? നീയൊക്കെ ലോകത്തുള്ള ഏത് മലയാളം ഭാഷ വേണോ പറഞ്ഞോ. മല്ലുവിന്റെ പെങ്ങൾ ശ്വേതയുടെ കല്യാണം നമുക്ക് മുടങ്ങി കിട്ടണം, അത്രേ ഉള്ളൂ. എനിക്കും ഭ്രാന്താവും. അല്ല, ഇപ്പൊ തന്നെ ഒന്നുകൂടെ ആലോചിച്ചിട്ട് എങ്ങനെയെങ്കിലും ആലോചന മുടക്കാൻ ആവശ്യമുള്ള എല്ലാ ഗിയറും ഉണ്ട്. പോകാം. ദൈവമേ, സുഗു സിംഗിനെയും വിനു സിംഗിനെയും കാത്തോണേ. നല്ല സഹകരണം. പപ്പ, എനിക്കറിയണം, കാർത്തിയാണോ അവിടെ ചെന്ന് ശ്വേതയുടെ കല്യാണം നടന്ന ആത്മഹത്യ എന്ന് പറഞ്ഞത്? അയ്യോ, കാർത്തിയൊന്നുമല്ല. ഇത് 2 സിക്കാരാ, ഒരു വിനു സിംഗും ഒരു സുഗു സിംഗും. അത് നിനക്കെങ്ങനെ അറിയാം? അത് പിന്നെ ഈ പോയവർക്ക് 2 പേർക്കും തലയില് പോയവര് സിക്കാരാ. ഞാൻ അവരോട് പറഞ്ഞത്. ഞാൻ അന്വേഷിച്ചു. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. വാ. നിന്നെ കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നേ. ഞാനെന്തിനാ വരുന്നത്? എടാ, നീ എന്റെ ചതയ നക്ഷത്രം ഒന്ന് വായിച്ചേ. ചതയോ? ചതയം. ധനനഷ്ടം, മാനഹാനി, ബന്ധുജനങ്ങളുടെ അപ്രീതി, ഉദരരോഗം, മൂലക്കുരു, രക്താർബുദം എന്നീ വ്യാധികൾക്ക് സാധ്യത. ഇതിനേക്കാളും ഇവര് മരിക്കുമെന്ന് എഴുതിയാ പോരാ. വെള്ളി ശനി ദിവസങ്ങൾ ഉത്തമം ആയി കാണുന്നില്ല. പിന്നെ ഏതാ ദിവസം? ശനി. ആറ്റിങ്ങൽ രാമകൃഷ്ണന് തെറ്റില്ല മോനെ. ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. ശനി കൊണ്ടേ പോവും. ആര് കൊള്ളും? ഞാൻ തന്നെ കൊള്ളും. സുശീല, എന്നെ ആരോ വിളിച്ചു. പപ്പ, എന്തോ ചങ്കൂറ്റോ ഇല്ലാത്ത ഏതോ ഒരു നാറി എന്റെ പെങ്ങടെ കല്യാണം മുടക്കി. അവന്റെ അമ്മൂമ്മയുടെ ഒരു ഫാൻസി ഡ്രസ് ഏത് ഇരുട്ടത്തൊളിച്ചാലും ഒരു ദിവസം എനിക്ക് അവനെ വെളിച്ചത്ത് കിട്ടും. കിട്ടും. കണക്ക് തീർക്കുകയും ചെയ്യും. കണക്ക് തീർക്കാമെന്നാണോ? അതേന്ന് പറടാ. അതേന്ന് കൂട്ടിക്കും. ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ കണക്കോട് ചേർത്ത് 14,343 രൂപ. ബാക്കി 2 ദിവസത്തിനുള്ളിൽ തരാം. അവൻ 2 ദിവസത്തിനുള്ളിൽ ബാക്കി തന്നേക്കാന്ന് പറഞ്ഞു. നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുള്ളതാ ഞാൻ, തമാശ എന്റെ പെങ്ങളോട് വേണ്ടാന്ന്. ഇനിയൊരു ഓർമ്മപ്പെടുത്തൽ ഉണ്ടാവില്ല. സ്വന്തം തന്തയ്ക്കും തള്ളയ്ക്കും ഇല്ലാത്ത വിഷമം എന്തിനാണോ പോയി ഡ്യൂപ്ലിക്കേറ്റ് ചേട്ടന്? തൊട്ടിത്തരം പറഞ്ഞാണ്ടല്ലോ ആ നാക്കിനാ പിഴുതെടുക്കും. വേണ്ട, ഇങ്ങോട്ട് വന്നേ, ഒന്ന് പറയട്ടെ. നിങ്ങൾ എന്ത് പണിയായി കാണിച്ചത്? ഞാനൊന്ന് ടെസ്റ്റ് നോക്കിയതാടാ, ഒറിജിനൽ ആണോന്ന് അറിയാം. ഒറിജിനൽ തന്നെയാ, ഹരീന്ദ്ര സിംഗ്. ഒരുമാതിരി കോപ്പിലെ ടെസ്റ്റിംഗ് ആയി പോയി.
ആംബുലൻസ് വിളിച്ചിട്ട് കിട്ടിയില്ല. അത്യാവശ്യ സാധനങ്ങളുമായിട്ട് ഇങ്ങ് പോന്നു. എവിടെ കിടമുറിവ്? നിനക്കൊന്നും പറ്റിയില്ലേ? ഇല്ല, ഇന്നത്തേക്ക് വേണ്ടാന്ന് വെച്ചു. ആര്, നീയോ? അല്ല, അവൻ. അപ്പൊ ഇത് വേസ്റ്റ് ആയില്ലേ? ഇത്രയും ദിവസമായിട്ട് നിനക്ക് അവനെ കൊണ്ട് ഹരിയാണെന്ന് പറയിക്കാൻ പറ്റിയില്ല. വേണ്ട, അവനെ വിട്. ആ പൂജയോടെങ്കിലും നിനക്ക് ചോദിക്കായിരുന്നില്ലേ? അവളെ ഒടിച്ച് മടക്കി കറക്കിയെടുത്ത് മണ്ണാന്തൊടിയിലേക്ക് പോരുന്നോന്ന് ചോദിക്കാൻ എനിക്ക് 2 ദിവസം വേണ്ടി വന്നുള്ളൂ. പക്ഷേ അവൾക്ക് ഭയ്യയെ കുറിച്ച് പറയുമ്പോ 100 നാവാം. അവരുടെ പരസ്പരമുള്ള സ്നേഹം കാണുമ്പോ ചോദിക്കാനൊരു പേടി. അബദ്ധമായി പോയാലോ? പിന്നെ നീ എന്ത് കിണപ്പാ ഉദ്ദേശിക്കുന്നത്? ദേ പറഞ്ഞ സമയം ഇപ്പൊ കഴിയും. കോടതിയിൽ കേസും പറഞ്ഞ ആണുങ്ങളെ സ്ഥലവും കൊണ്ടുപോകും. നീ ഒരു കാര്യം ചെയ്യ്. ഞാനൊരു ഉഗ്ര ഐഡിയ പറഞ്ഞുതരാം. തൽക്കാലം ഹരി എന്ന് പറഞ്ഞ് നീ ഇവനെ കൊണ്ടുപോയി അവിടെ കാണിക്കും. എൻഡോ സൽഫാൻ ശ്വസിച്ച് വളർച്ച മുരടിച്ചു പോയതാണെന്ന് പറഞ്ഞാൽ മതി. കാര്യം നടക്കട്ടെ. ചേട്ടാ, ഇവര് പറഞ്ഞ കേക്ക്. സ്ഥലം കിട്ടിയാ നമുക്ക് വിൽക്കാം. എന്നിട്ട് ആ കിന്നാരത്തുമ്പികൾ റീമേക്ക് ഇറക്കാം. നാട്ടിലിപ്പോ റീമേക്കുകളുടെ കാലാണല്ലോ. റീമേക്ക് കിന്നാരത്തുമ്പി കേറ്റുകളയും പോടാ. അല്ലെങ്കിൽ ഇവരെ തങ്ങളുടെ ആശയങ്ങൾക്ക് ഒരു വിലയില്ലല്ലോ ഈ നാട്ടിൽ. ഇവനൊക്കെ രക്തം ഉണ്ടോടെ? തമാശകള. നിന്റെ ഹരിയും ആ തെണ്ടി ഹരീന്ദ്ര സിംഗും കാഴ്ചക്ക് ഒരുപോലെയാണെന്നല്ലേ നീ പറഞ്ഞ? നീ നിന്റെ അവസ്ഥ ഹരീന്ദ്ര സിംഗിനോട് പറ. എന്നിട്ട് ഹരിയാണെന്ന് പറഞ്ഞിട്ട് കോടതിയിൽ കൊണ്ടുപോയി നിർത്ത്. പ്രശ്നം തീർന്നില്ലേ? ഈ ദാൽ ഫ്രൈ തിന്നാ നടന്ന് തൂറാന യോഗം. എന്തോ സംഭവമുണ്ട്. എനിക്കിനി തൂറാനുള്ള സമയം കിട്ടുമോ എന്തോ. ആസനമല്ല, ഇന്ന് വെട്ടി പൊളിക്കും. മല്ലു വരുന്നുണ്ട്, കൂടെ ആ തള്ളയും പിള്ളേരും ഉണ്ട്. ആരെങ്കിലും എന്തെങ്കിലും കണ്ണന്തിനും ഒപ്പിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ ഇവിടുന്ന് സ്ഥലം വിട്ടോ. ഇല്ലെങ്കിൽ അവരുടെ മുമ്പ് വെച്ച് അവൻ നിങ്ങളെ തല്ലിക്കൊല്ലും. അയ്യോ, സത്യമായിട്ട് തന്നെ അന്വേഷിച്ചുള്ള വരവ് തന്നെയാ. വരവ് കണ്ടറിയാം. നീ ഇത് പേടിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ടാവും. ഈശ്വര, ഞാൻ ഇനി എവിടെ പോയി വിളിക്കും? എന്റെ നെഞ്ചത്താണോ വിളിക്കുന്നത്? പോടാ. അയ്യോ, ഇവിടെ പറ്റുമോ? ഇവിടെ പറ്റില്ല. അയ്യോ, എവിടെയെങ്കിലും പോയി വിളിക്കണം. പ്രണാമം മാതാജി. ഹാ ബേട്ടാ, അവനെവിടെ? അവനിവിടെ ഇല്ലെന്നാണ് എന്റെ ഒരു നിഗമനം. നിങ്ങൾ കാര്യങ്ങളെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് അങ്ങനെ തന്നെ അനുമാനിക്കാം. അല്ലേ? അല്ലേ? അല്ലാം. അവനെ വിളിക്കേ. അമ്മ വിളിക്കണോ? നീ ഒളിച്ചിരിക്കാണോടാ? എടാ, നിന്നെ കാണാൻ എല്ലാരും ഉണ്ടടാ. ഇറങ്ങി വായോ. എവിടെയാണാവോ? വരൂ, വാ. ഒന്നുമില്ല, വാ. അമ്മ വിളിക്കണോ? വരൂ, പ്ലീസ് പ്ലീസ്. നീ ഇവിടെ ഉണ്ടായിരുന്നോ? നിനക്കെങ്കിലും ഇത്തിരി പക്വതയും കണ്ണിച്ചോരയും ഉണ്ടാകുന്ന ഞാൻ വിചാരിച്ചത്. എന്നിട്ടിപ്പോ നീ കൂടി. അമ്മേ, അരുത്. അറിഞ്ഞുകൊണ്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. വേണ്ട വേണ്ട, ഞാൻ കാല് പിടിച്ച് പറഞ്ഞതാ. നീ ഇനി ഒന്നും പറയണ്ട. എവിടെ അവള്? അയ്യോ, സത്യമായിട്ടും എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ട് പോലുമില്ല. അമ്മേ, എനിക്ക് പാപ്പ് തരണം. പോട്ടെ, സംഭവിച്ചെല്ലാം സംഭവിച്ചു. ഇനി വന്നതിന്റെ ബാക്കി നോക്കാം. എന്റെ കാര്യം രക്ഷപ്പെട്ടു. ഇനി നിന്റെ കാര്യം, അത് നീ എങ്ങനെയെങ്കിലും ശരിയായി. ഇനി ചെവിയിൽ കുനുനാന്ന് പറയണ്ട. അനി എവിടെ? അവനെ കാണാനാ ഞാൻ വന്നത്. അല്ലെങ്കിലും ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ അത്? ഇവിടെ ഇത്ര ആണുങ്ങൾ താമസിക്കുന്ന ഒരു വീട്ടില് പ്രായപൂർത്തിയായ ഒരു പെങ്കൊച്ചിനെ തനിച്ച് താമസിപ്പിക്കാന്ന് വെച്ചാ അവനെവിടെ? അനി, എന്റെ കാര്യം ഞാൻ ഒറ്റയ്ക്ക് ശരിയാക്കണല്ലേ? നിന്റെ കാര്യം എപ്പ ശരിയായി? നിങ്ങളെ എല്ലാരും കാണണമെന്ന് പറഞ്ഞത് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യം പറയാനാ. ഞങ്ങളെല്ലാരും ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാ ഇവന്റെ വിവാഹം. പല നല്ല ആലോചനകളും വന്നു. പക്ഷേ ഇവൻ സമ്മതിക്കണ്ടേ? വല്ല കുഴപ്പമുണ്ടാവും. ഓരോരോ കുറ്റവും കുറവും കണ്ടുപിടിക്കും. പക്ഷെ ഇത്തവണ എന്തായാലും ഞങ്ങൾ അവനെ പിടിച്ച പിടി പൂട്ടിയിരിക്കുക. ഈ അളിയനാള് കൊള്ളാലോ. നീ നമ്മുടെ കാര്യത്തിൽ അങ്ങനെ എതിർക്കാൻ വന്ന കരഞ്ഞ കാല് പിടിക്കേണ്ടി വരും.